വലിയവനായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ദൈവം തന്ന ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് നമുക്ക് ഒരു വാക്യം വായിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അസാധാരണമായ കാര്യം സംഭവിച്ചു എന്ന് വെച്ച് അത്ഭുതപ്പെടരുത്. കർത്താവ് പറയാത്ത, കർത്താവ് വാഗ്ദത്തം ചെയ്യാത്ത കാര്യങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കരുത്. കർത്താവ് വാഗ്ദത്തം ചെയ്ത കാര്യങ്ങളെ പ്രതീക്ഷിക്കാതെയും ഇരിക്കരുത്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം, കർത്താവ് പറഞ്ഞിട്ടില്ലാത്ത അനേക കാര്യങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കും. ഒരു കഥ ഇങ്ങനെയുണ്ട്. കഥ അത് സംഭവമാണെന്ന് പൂർണ്ണമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല, എങ്കിലും സംഭവിച്ചതായിട്ടാണ് പറയുന്നത്. മഹാകവി ചങ്ങമ്പുഴ നമുക്കൊക്കെ അറിയാം. അദ്ദേഹം മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു കവിത അദ്ദേഹത്തിന് പഠിക്കാനുണ്ടായിരുന്നു. മഹാകവി ചങ്ങമ്പുഴ എഴുതിയ കവിത അദ്ദേഹം പഠിക്കുന്ന ക്ലാസ്സിൽ ഒരു ലെസണാണ്. അപ്പോൾ സാറ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞത്രേ, കവി ഉദ്ദേശിച്ചതാണ്. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, അതൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ലെന്ന്. ദൈവം ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളെയും നമ്മൾ നമ്മുടെ സ്വാർത്ഥത കൊണ്ടും നമ്മുടെ അത്യാഗ്രഹം കൊണ്ടും ദ്രവ്യാഗ്രഹം കൊണ്ടും പ്രതീക്ഷിക്കുന്നു. എന്നാൽ ദൈവം വാഗ്ദത്തം ചെയ്തത് നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് പ്രതീക്ഷിക്കുന്നു. ഇവിടെ പത്രോസ് പറയുകയാണ്, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി സംഭവിച്ചിരിക്കുന്ന ഈ കാര്യത്തിൽ അഗ്നിയിലൂടെ കടന്നു പോകുന്ന ഒരു പരിശോധന. അഗ്നിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, അഗ്നിശോധന അത്ര സുഖമുള്ള കാര്യമല്ല. AC-യിലിരുന്ന് ഒരു നല്ല ചൂട് ചായ കുടിക്കുന്ന ഏർപ്പാടൊന്നുമല്ല അഗ്നിശോധന. പരിശോധന എന്ന് പറയുന്നത് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു എക്സ്ട്രീം എന്നൊക്കെ പറയാം അഗ്നിശോധന. ഈ അഗ്നിശോധനയിൽ ഒരപൂർവ കാര്യം സംഭവിച്ചു എന്ന് നിങ്ങൾ കരുതരുത്. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസം അല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ്. ഇതൊക്കെ നമ്മൾ പറയാറില്ലേ, ഓർക്കാപ്പുറത്താണ് സംഭവിച്ചത്. ഇന്ന് രാവിലെ ഒരു സഹോദരൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. എൻ്റെ ജീവിതത്തിൽ അടുത്തെങ്ങും ഇങ്ങനൊരു മരണം ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞത് ഏകദേശം ഒരു 4-5 മാസം മുമ്പ് അദ്ദേഹത്തിന് ക്യാൻസർ പിടിച്ചു. അദ്ദേഹം ഒരിക്കൽ പോലും സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല. അയ്യോ ഞാൻ മരിക്കാൻ പോകുന്നു നെഞ്ചടിച്ചടിച്ചത് ഞാൻ കണ്ടിട്ടുമില്ല. എപ്പോൾ ചെന്നാലും പ്രത്യാശയുടെ വാക്ക്. അത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെന്നപ്പോൾ 2 ദിവസം മുമ്പ് ഞാനും വൈഫോട് ചെന്നു. തീരെ വയ്യ, അദ്ദേഹത്തിന് ഓർമ്മയൊക്കെ ചെറുതായി നഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ടപ്പോഴാണ് അതിനേക്കാൾ അത്ഭുതം. മരിക്കാൻ തുടങ്ങുന്നൊരു മനുഷ്യൻ്റെ തോളിൽ തട്ടി പറയാം, ഞാനൊക്കെ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ഭാര്യ പറയുകയാണ്, സ്തോത്രം, എന്ത് സംഭവിച്ചാലും സാരമില്ല, അക്കരെ നാട്ടിൽ കാണാം. അദ്ദേഹം ഇന്ന് രാവിലെ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നം എന്താണെന്നറിയാമോ? ഓർക്കാപ്പുറത്താണ്. എന്താ ഓർക്കാപ്പുറത്ത് സംഭവിക്കുന്നത്? പരീക്ഷയ്ക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് പറഞ്ഞു, വിചാരിച്ചു. റിസൾട്ട് വന്നപ്പോൾ തോറ്റു. അപ്പോൾ എന്ത് പറ്റി? ബോധം കെട്ട് വീണു. എന്താ കാര്യം? ബോധം കെട്ട് ഇപ്പം ഞാനൊക്കെ തോറ്റു എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ബോധം കെട്ടൊന്നും വീഴത്തില്ല. ജയിച്ചു എന്ന് പറഞ്ഞപ്പോഴേ ചിലപ്പോൾ ബോധം കെട്ട് വീഴത്തുള്ളൂ. കാര്യം അപൂർവ കാര്യമൊന്നുമല്ല, അത് നമ്മൾ പ്രതീക്ഷിച്ച കാര്യമായിരുന്നു. എന്താ പ്രശ്നം? നമ്മൾ പലതും പ്രതീക്ഷിക്കുന്നില്ല. എന്ത് പ്രതീക്ഷിക്കുന്നില്ല? കർത്താവ് വ്യക്തമായി നമ്മെ പഠിപ്പിച്ച പല കാര്യങ്ങളും അംഗീകരിക്കാൻ നമ്മൾ തയ്യാറില്ല. എന്തുകൊണ്ട് തയ്യാറില്ല? കൊച്ചിനൊന്ന് പാല് കുടിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. അതേസമയം ഐസ്ക്രീം എത്ര ബോട്ടിൽ വാങ്ങിച്ചു കൊടുത്താലും കഴിക്കും. എന്തുകൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല? നമുക്കത് ഇഷ്ടമല്ല. നമ്മളെ രസിപ്പിക്കുന്നതല്ല, നമ്മളെ സുഖിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് കർത്താവ് ചെയ്ത വാഗ്ദത്തങ്ങൾ ഒരു സംശയമില്ലാതെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. എന്താണ്? ലോകത്തിൽ നിങ്ങൾക്ക്
ഒരപൂർവ കാര്യം സംഭവിച്ചു എന്ന് നിങ്ങൾ ഓർക്കരുത്, ചിന്തിക്കരുത്. യോഹന്നാൻ്റെ സുവിശേഷം 16 അധ്യായം 1 വാക്യം ഒന്ന് വായിക്കും. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചു. കാലേക്കൂട്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞു. കർത്താവ് നമ്മോട് കാലേക്കൂട്ടി പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തിനു പറഞ്ഞു? ഇടറിപ്പോകാതിരിപ്പാൻ. എന്തുകൊണ്ടാണ് ഇടറിപ്പോയത്? നമുക്കറിയാം. ഇടയനെ വെട്ടും, ആടുകൾ ചീറിപ്പോവും. യേശുവിൻ്റെ കൂടെ എത്ര ശിഷ്യന്മാർ നിന്നു? എത്ര പേര് ഉണ്ടായിരുന്നല്ലോ ചോദിച്ചാൽ. എത്ര പേര് ക്രൂശീകരണത്തിൽ നിന്നേ ചോദിച്ചു കൂടെ? മിടുക്കന്മാരാരുമില്ല. എന്താ കാര്യം? കാലേക്കൂട്ടി കർത്താവ് പറഞ്ഞത് ശ്രദ്ധിച്ചില്ല. കർത്താവ് പറഞ്ഞത് വിശ്വസിച്ചില്ല. ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് കർത്താവ് കാലേക്കൂട്ടി നമ്മളോട് പറഞ്ഞു. കർത്താവ് പറയാത്ത അനേക വാക്തത്വങ്ങൾ നമ്മുടെ സ്വാർത്ഥ മനസ്സിലും ജഡീക മനസ്സിലും നമ്മൾ ഉണ്ടാക്കി കൂട്ടിയിട്ടുണ്ട്. കർത്താവ് പറയാത്ത അനേക വാക്തത്വം. എനിക്ക് നമ്മൾ പലപ്പോഴും സംസാരിച്ച കാര്യം, ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശ്നം ഈ വിശ്വാസത്തിൻ്റെ പഠിപ്പിക്കലാണ്. വിശ്വാസത്തിൽ എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ എനിക്ക് ഇഷ്ടമില്ല അതൊക്കെ മാറ്റാം, എനിക്ക് എന്തൊക്കെ കൊതിയുണ്ടോ അതൊക്കെ നേടാം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുമായിരുന്നേ, വിശ്വാസത്താൽ കർത്താവ് ക്രൂശ് മാറ്റിയില്ല. വിശ്വാസത്താൽ പൗലോസ് കഷ്ടത മാറ്റിയില്ല. പലവട്ടം പട്ടിണി, വിശ്വാസത്താൽ പട്ടിണി മാറ്റിയില്ല. പലവട്ടം ഞാൻ മരണഭയത്തിലായി, വിശ്വാസത്താൽ അത് മാറ്റിയില്ലെന്ന്. കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, കർത്താവ് നേരത്തെ പറഞ്ഞു ഈ കപ്പൽ തകരാൻ പോവാണ്, ദൂതൻ വന്നു പറഞ്ഞു. എന്നിട്ട് വിശ്വാസത്താൽ അത് മാറ്റിയില്ല. നമ്മൾ വിശ്വാസം എന്തിനാ ഉപയോഗിക്കുന്നത്? എന്തൊക്കെ നമുക്ക് ഇഷ്ടമില്ലേ അതൊക്കെ മാറ്റണം. എന്തൊക്കെ നമുക്ക് ഇഷ്ടമൊന്നുമല്ല, കൊതിയുണ്ടോ അതൊക്കെ നേടാൻ. കർത്താവ് പറയുകയാണ്, ഞാൻ കാലേക്കൂട്ടി നിങ്ങളോട് പറഞ്ഞു, മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞു. എന്തു പറഞ്ഞു? അഗ്നിശോധനയിലൂടെ നിങ്ങൾ കടന്നു പോകും. അപ്പോൾ പതറിപ്പോകാതിരിക്കാൻ, പകച്ചു പോകാതിരിക്കാൻ എന്തു ചെയ്യണം? ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ ഓർക്കണം. എപ്പോൾ ഓർക്കണം? അപ്പോഴല്ല, എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടാണ് ഒരു ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നിൽക്കായിരുന്നെന്നറിയാമോ? ക്രൂശീകരണത്തിൽ 3.5 വർഷം യേശു കൂടെ നടത്തി പഠിപ്പിച്ചെങ്കിലും എന്താ പഠിപ്പിച്ചത്? ഞാൻ ക്രൂശിക്കപ്പെടും. ഒരൊറ്റ എണ്ണം വിശ്വസിച്ചില്ല. ഈ വിശ്വസിച്ചില്ല എന്നുള്ള കാര്യം ഞാനിപ്പോൾ എടുക്കുന്നില്ല, നമ്മൾ പല SL ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അവർ കേട്ടെങ്കിലും യേശു ക്രൂശിക്കപ്പെടുമെന്ന് അവരാരും ചിന്തിച്ചില്ല. ഇനി അഥവാ അവർ മനസ്സിലാക്കിയെങ്കിൽ തന്നെ അവരുടെ ഭാഷയിലാണ് അവരത് മനസ്സിലാക്കിയത്. എന്തുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല? എന്തുകൊണ്ടാണ് മനസ്സിലാകാഞ്ഞ്? മനസ്സിലാക്കാൻ അവർക്ക് ഇഷ്ടമില്ല, അത്രയേ ഉള്ളൂ. മനസ്സിലാകാത്തത് കൊണ്ടല്ല, മനസ്സിലാകാൻ അവർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടല്ലേ നമ്മൾ ഈ തെരഞ്ഞു വാക്യങ്ങൾ വായിക്കുന്ന വേണ്ടിയിട്ടുണ്ടോ? തെരഞ്ഞു വാക്യങ്ങൾ വായിക്കും. എത്ര പേര് ക്രൂശിനെ കുറിച്ച് ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കും. ചില സമയത്ത് കൊതിയോടുകൂടെ യൂട്യൂബിലൊരു മെസ്സേജ് കേൾക്കാൻ വേണ്ടി ഒന്ന് കൊതിച്ച്, പുതിയൊരാളെ കാണുമോ, ശരി ഇന്ന് ഇദ്ദേഹമെങ്കിലും ക്രൂശിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഇദ്ദേഹം മറ്റവരെക്കാൾ കൂടുതൽ അനുഗ്രഹവുമായിട്ട് കർത്താവ് നിൻ്റെ വാതിപ്പടി നിൽക്കുന്നു. നിനക്ക് 1 ലോറി അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതേ ഞാൻ ഒരു 2 ലോറി അനുഗ്രഹമായിട്ട് വന്നേക്കുന്നത്. കർത്താവ് നമ്മോട് മുൻകൂട്ടി പറഞ്ഞു ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് ചിന്തിക്കരുത്. യോഹന്നാൻ്റെ സുവിശേഷം 15 അധ്യായം 18 വാക്യം. നമ്മുടെ പ്രാർത്ഥന എന്താ, അല്ലെ നമ്മുടെ പരാതി എന്താ, അല്ലെ നമ്മുടെ കരച്ചിലിൻ്റെ കാരണം എന്താ? കർത്താവ് ലോകം എന്നെ പകച്ചു. അപ്പോൾ കർത്താവ് എനിക്ക് മനസ്സിലാകുന്നില്ല, നീ എന്താ പറഞ്ഞു? അതല്ലേ പറഞ്ഞത്, അതല്ല ഞാൻ നിന്നെ പഠിപ്പിച്ചത്. കർത്താവിനോട് ഞാൻ പറയുകയാണ് ലോകം എന്നെ പകയ്ക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന പലപ്പോഴും പ്രാർത്ഥന വിശ്വാസത്തിൻ്റെ അടയാളമാണ്, അല്ല അവിശ്വാസത്തിൻ്റെ അടയാളമാണ് പലപ്പോഴും പ്രാർത്ഥന. വിശ്വാസം കൂടുതൽ കൊണ്ടല്ല പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്, വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പം ഇതിൽ ചൂടുവെള്ളമാണ്, തിളച്ച വെള്ളമാണ് എന്ന് എന്നോട് വെലിസോരം പറഞ്ഞു എങ്കിൽ, ഞാനത് വിശ്വസിച്ചെങ്കിൽ
ഞാൻ ഈ വെള്ളം കുടിക്കത്തില്ല. കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇതൊരു അപൂർവ കാര്യമല്ല. ലോകം നമ്മെ പകയ്ക്കും. ഞാൻ ഒരു കാര്യം പറയാം, അല്പം ഞെട്ടിക്കുന്ന കാര്യമാണ്. നമ്മുടെ പല പെർഫോമൻസും, പാട്ടാകട്ടെ, കഥാപ്രസംഗമാകട്ടെ, പ്രസംഗമാകട്ടെ, എന്തൊക്കെ പരിപാടികളാണ്, നല്ല പങ്കും എന്തിനാണെന്നറിയാമോ? എന്നെ സ്നേഹിക്കോ എന്നുള്ള നിലവിളിയാണ്. പെർഫോമൻസ്, കയ്യടി കിട്ടാൻ, ലോകത്തിൻ്റെ സ്നേഹം പിടിച്ചു വാങ്ങിക്കാനുള്ള ഒരു വലിയ പരിപാടിയാണ് പലപ്പോഴും ഇതൊക്കെ. എന്നിട്ട് കയ്യടി കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? കരച്ചിൽ. ഇപ്പം ഞാൻ പാട്ട് പാടുന്നത് എൻ്റെ സന്തോഷം കൊണ്ടോ, ഞാൻ പാട്ട് പാടുന്നത് എനിക്കതിനുള്ള കഴിവുള്ളത് കൊണ്ടാണെങ്കിൽ ഞാൻ പാടി തീർന്നു, പിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ കാര്യം കഴിഞ്ഞു. ഒരു കോഴി മുട്ടയിട്ടിട്ട് കോഴി പിന്നെ കച്ചവടത്തിന് പോകും? ഇല്ല. അത് മുട്ടയിട്ട് പോകുന്നതാണ്, അതിന് നേച്ചറാണത്. പക്ഷെ നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ട് ആ പ്രതീക്ഷ സംഭവിക്കുന്നില്ല. ജീവിതം മലിനമാകുന്നു, ജീവിതം വിഷാദ സങ്കീർണമാകുന്നു. അവിടെ കർത്താവിൻ്റെ അടുത്ത് നമ്മൾ പറയുകയാണ് 3 ഉപവാസം പറയാൻ വേണ്ടി. അപ്പം കർത്താവ് പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, നിന്നെ ഞാൻ രാവും പകലും പറഞ്ഞ് പഠിപ്പിച്ചതല്ലേ. ലോകം നിന്നെ വെറുക്കും. വിശ്വാസികളായ നമ്മുടെ ശ്രമങ്ങളാകട്ടെ ലോകത്തോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ലോകത്തോട് ചേർന്ന് നിൽക്കുക, ലോകം വെറുക്കല്ലേ എന്ന് പറയാൻ. ഞാൻ നേരത്തെ അതാണ് പറഞ്ഞത്. എൻ്റെ പെർഫോമൻസ്, ദൈവം എനിക്ക് ഒരു പാട്ടുപാടാനുള്ള കൃപ തന്നിട്ടുണ്ടെങ്കിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാൻ പാടുന്നു. കിളികളുടെ പാട്ട് വളരെ മനോഹരമാണ്. എത്ര കിളി പാട്ട് പാടിയിട്ട് കൈയടിക്ക് വേണ്ടി കാത്തു നിൽക്കും. നിങ്ങൾ കൈയടിച്ചാലും പാടും, കൈയടിച്ചില്ലെങ്കിലും പാടും. അതെന്താ കാര്യം? അതിന് നേച്ചറാണ്. അപ്പം ലോകത്തോട് ഐഡൻറ്റിഫൈ, ലോകത്തോട് ചേർന്നൊക്കെ ലോകത്തോട് പറയുകയാണ്, നീ എന്നെ വെറുക്കല്ലേ. നീ എന്നെ വെറുക്കാതിരിക്കാൻ ഞാൻ എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ഞാൻ ചെയ്യാം. പക്ഷെ കർത്താവ് പറയുകയാണ്, ഞാൻ കാലേക്കൂട്ടി നിങ്ങളോടിത് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്. 16-ാം അധ്യായം, യോഹന്നാൻ 16. നമ്മൾ നേരത്തെ നോക്കിയിലേക്ക് നമുക്കൊന്ന് വരാം. 16-1. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ക്രൂശീകരണം സംഭവിക്കാൻ പോകുന്ന സമയം. ശിഷ്യന്മാരൊക്കെ എങ്ങനെയാണ് കർത്താവിനോടുകൂടെ യാത്ര തുടങ്ങിയത്? കുറച്ച് ദിവസം കഴിയുമ്പോൾ കർത്താവ് ക്രൂശിക്കപ്പെടും, അതിൻ്റെ പുറകെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് ക്രൂശിക്കപ്പെടും. ഇതൊക്കെ പറഞ്ഞാണ് യാത്ര തുടങ്ങിയത്? അല്ല. യാത്ര തുടങ്ങിയത് എന്താണ്? ഇസ്രായേലിൻ്റെ രാജാവായി യേശുവാകും. അന്ന് ഞാൻ പ്രൈം മിനിസ്റ്റർ, ഇദ്ദേഹം ഫിനാൻസ് മിനിസ്റ്റർ. അങ്ങനെ ഓരോരുത്തരും വലിയ പ്രതീക്ഷയും സ്വപ്നവും കൊണ്ട് നടന്നിട്ടാണ് യേശുവിൻ്റെ പുറകെ അവർ. ഇതൊക്കെ പല സന്ദർഭങ്ങളിൽ അവർ തെളിയിച്ചു. യേശു അവരോട് പല കുറി പറഞ്ഞു, ഞാൻ ക്രൂശിക്കപ്പെടും. എന്നെ ഒരുവൻ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. പക്ഷെ അവർക്കതൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് എന്ത് പറ്റി? അവരൊക്കെ ഇടറിപ്പോയി. ഈ ലോകത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് നമ്മളെ പഠിപ്പിച്ചോളും. ഇന്നലെ ഒരു വ്യക്തി ഇങ്ങനെ വേദനയോട് പറയുക, ഒരു പാഠം ഞാൻ പഠിച്ചു. ഭർത്താവിനെ ഇരുത്തിക്കൊണ്ടാണ്. ആരെങ്കിലും വിശ്വസിക്കുന്നത്? എനിക്ക് ചിരി ഒരു കേൾക്കുമ്പോൾ ഇപ്പോഴാണ് പഠിക്കുന്നത്. ഉള്ള തല്ല് മുഴുവൻ കിട്ടി, ഉള്ളവരൊക്കെ പ്രതീക്ഷ വെച്ചവരൊക്കെ ചവിട്ടി നിലത്തിട്ട് അരച്ച് കഴിഞ്ഞാൽ ഇപ്പം പഠിച്ചു. എന്നിട്ട് കർത്താവിനോട് ഞാൻ പറയും, കർത്താവ് ഇപ്പം പഠിച്ചു. അപ്പോൾ കർത്താവ് ചിരിക്കുകയാണ്, ഞാൻ പണ്ടേ പറഞ്ഞില്ലേ മോനെ. അതല്ലേ പറഞ്ഞത്, നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അവിടെ വാക്ക് ശ്രദ്ധിച്ചോ? കർത്താവ് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചിട്ട് അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടല്ല ഇടറിപ്പോകൽ. അഗ്നിശോധനയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ കർത്താവ് എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട്, നീ അഗ്നിശോധനയിലൂടെ കടന്നു പോകും, അത് ഞാൻ വിശ്വസിച്ചു,
അതിനുവേണ്ടി ഞാൻ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്നു, ഒരുക്കത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അഗ്നിശോധന വരുമ്പോൾ അവൻ ഇടറി പോകും. ഈ പരിശോധന വരുന്നത് തോൽക്കാനല്ല, ജയിക്കാനാണ്. തോറ്റാലും ജയിച്ചാലും നമ്മൾ മരിക്കത്തൊന്നുമില്ല. പിറ്റേ ആഴ്ച നമ്മൾ കൂട്ടായ്മയ്ക്ക് വേണ്ടി വരും. ഇനി തോറ്റാൽ കർത്താവ് തള്ളിയൊന്നും കളയത്തില്ല, നിത്യജീവന് പേരൊന്നും വെട്ടത്തില്ല. പക്ഷെ വളരാനുള്ള അവസരം നഷ്ടപ്പെടും. ഞാൻ ജയിച്ച് കഴിയുമ്പോൾ കർത്താവ് അടുത്ത തലത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. ക്ഷമയുടെ തലം, സ്നേഹത്തിൻ്റെ തലം, കരുണയുടെ തലം, അതിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. അതിനെയാണ് വിളിക്കുന്നത് മെച്യൂരിറ്റി, പക്വത, ആത്മീയ പക്വത. അതിനെ കൊണ്ടുപോവുക. പക്ഷേ 5ാം ക്ലാസ് പാസ്സായിട്ട് വേണ്ട 6ാം ക്ലാസ്സിൽ പോകാൻ. 5ാം ക്ലാസ്സിൽ പാസ്സായില്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ തന്നെ, പിന്നെയും പാസ്സായില്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ തന്നെ. ഇപ്പം പിന്നെ ഓൾ പ്രൊമോഷനുണ്ട്, എങ്കിലും 10ലെത്തുമ്പോൾ പിടിക്കും. ഞാനിതൊക്കെ പറഞ്ഞ് ഓർക്കും, ഇതൊക്കെ പഴയ കഥകളാണ്. ഇപ്പം തോൽവൊന്നും ഇല്ലല്ലോ. ഇപ്പം റാങ്കിൻ്റെ കഥ പറഞ്ഞാൽ ശരിയാവുള്ളൂ. യെസ്, ദൈവം ജീവിതത്തിൽ നമുക്ക് അനുവദിക്കുന്ന ഓരോ അഗ്നിശോധനയുണ്ട്. അത് വ്യത്യസ്തമാണ്, അപൂർവമാണ്. എപ്പോഴൊന്നും 24 മണിക്കൂറും കർത്താവിനെ പരിശോധിച്ചുകൊണ്ടിരിക്കത്തില്ല. ജീവിതത്തിൽ ചില സംഭവങ്ങൾ ഒരിക്കലേ സംഭവിക്കൂ. സത്യം പറയാനുള്ളൊരവസരം, തെറ്റ് ചെയ്യാതിരിക്കാനുള്ള അവസരം, ചില പരീക്ഷകൾ അപൂർവമായി വരും. പക്ഷെ എന്താ കർത്താവ് പ്രതീക്ഷിക്കുന്നത്? ആ പരീക്ഷയിൽ നമ്മൾ ജയിക്കണം. അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്. നേരത്തെ പറഞ്ഞു, കാലേ കൂട്ടി ഞാൻ നിങ്ങളോട് അറിയിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാനാണ് ഞാനിത് പറഞ്ഞത്. എപ്പോഴാണ് നമ്മൾ മരിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ഉദാഹരണം ഞാനിപ്പോൾ. എപ്പോഴാണ് നമ്മൾ മരിക്കുന്നത്? കൊച്ചിൻ്റെ കല്യാണവും കഴിഞ്ഞിട്ട്, കൊച്ചിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞിട്ടൊന്നും മരിക്കാൻ പോകുന്നില്ല. എങ്കിലും മാക്സിമമാണ് ഞാനീ പറഞ്ഞത്. എപ്പോൾ വേണമെങ്കിലും എന്ന് വിശ്വസിക്കാൻ നമുക്ക് ധൈര്യം ഇല്ല. നമുക്ക് എവിടെ നിന്ന് ഈ ധൈര്യം കിട്ടി? നിങ്ങൾ ഇന്ന ദിവസം മരിക്കുമെന്ന് ആര് പറഞ്ഞു? വേദോസം പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ വിശ്വസിക്കാൻ എപ്പോൾ വേണമെങ്കിലും വരാം. മരണം എപ്പോൾ വേണമെങ്കിലും വരാം. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടില്ല. കർത്താവ് നമുക്ക് വാഗ്ദത്തമൊന്നും ചെയ്തിട്ടില്ല. കർത്താവ് എങ്ങനെ വാഗ്ദത്തം ചെയ്യും? 33 വയസ്സിൽ പുള്ളിയുടെ കാര്യം തീർന്നു. പിന്നെ കർത്താവ് എന്ത് വാഗ്ദത്തം ചെയ്യാനാ? നിത്യമരണമില്ല. തീർച്ചയായിട്ടും മനുഷ്യൻ എന്ന നിലയിൽ ഒരു മരണത്തിൽ ദുഃഖമുണ്ട്. കാരണം ഇനി കാണത്തില്ല, കുറച്ച് ഭൂമിയിൽ വെച്ച് കാണത്തില്ല, ശരി. പക്ഷേ വലിയ പ്രതീക്ഷയാണ്. എന്താ പ്രതീക്ഷയെ? കണ്ണിമിക്കുന്നതിന് നൊടിയിൽ കാര്യങ്ങളൊക്കെ മാറി മതി. കർത്താവ് വരും. ആദ്യം കർത്താവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അന്നത്തേയുള്ളൂ നമ്മുടെ കാര്യം, ജീവനോടെ ശേഷിക്കുന്ന. കർത്താവ് വാഗ്ദത്തം ചെയ്യാത്തതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. വാഗ്ദത്തം ചെയ്തോട്ട് നമ്മൾ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ എഴുതുന്നു, അത്ഭുതം തോന്നുന്നു. ഇത് കർത്താവ് പറഞ്ഞിട്ടില്ലല്ലോ, ശത്രുവിൻ്റെ മുമ്പിൽ തോക്കത്തില്ല. അതൊക്കെ പഴയ നിയമത്തിലെ കാര്യങ്ങളാണ്. കർത്താവ് തോറ്റില്ലേ? ശത്രുവിൻ്റെ മുമ്പിൽ തോറ്റില്ലേ? ലോകത്തിൻ്റെ കണ്ണിൽ അവസാനം അവർ പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റിയ? തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കാൻ പറ്റിയില്ല. കർത്താവ് ക്രൂശിൽ കിടന്ന് മരിച്ചു. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കർത്താവ് എപ്പോഴും ലാഭമുണ്ടാക്കുന്നവൻ. നിങ്ങളുടെ അപമാനം പിന്നീട് ദൈവത്തിൻ്റെ നാമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കും. പൗലോസിൻ്റെ അപമാനം, പത്രോസിൻ്റെ അപമാനം, 1-ാം നൂറ്റാണ്ടിലെ ദൈവമക്കളുടെ അപമാനം, അത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനും ദൈവരാജ്യത്തിന് വിസ്തൃതിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചു. എനിക്ക് ചില സമയത്തൊക്കെ ഞാൻ പലരുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. അവർ പറഞ്ഞു, അന്ന് പാസ്റ്റർ കല്ലെറിഞ്ഞ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഇപ്പോൾ സഭയുടെ മുമ്പിൽ പാവത്താനായിട്ട് വന്നിരിക്കുകയാണ്, മാനസാന്തരപ്പെട്ടു. പക്ഷെ ഒരു സമയത്തെ കല്ലെറിഞ്ഞു, അപമാനിച്ചു. അപ്പം കർത്താവ് നമ്മളോട് ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ച് പകയ്ക്കരുത്.
നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഇനി രണ്ടാമത്തെ വാക്യം, അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. ഈ പള്ളി ഭ്രഷ്ടരാക്കുന്ന എപ്പോഴാണെന്നറിയാമോ? പള്ളി ഭ്രഷ്ടരാക്കുന്നത് നാട്ടുനടപ്പനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ പള്ളി ഭ്രഷ്ടർ. വേദപുസ്തകപ്രകാരം ചെയ്തോന്നല്ല, ഒരു നാട്ടുനടപ്പ്, പൊതു സംസ്കാരം, പൊതു രീതി അനുസരിച്ച് അവിടെ നടക്കുന്ന ചില ആചാരങ്ങൾക്കനുസരിച്ച് പോയില്ല, പള്ളി ഭ്രഷ്ടരാക്കും. പിന്നെ എന്ത് സംഭവിക്കും? ഒരു മിനിറ്റ്, പള്ളി ഭ്രഷ്ടരാക്കുന്നതന്നെ വലിയ കാര്യം. അപ്പോൾ കർത്താവ് പറയാണ്, അത്രയുമല്ല മക്കളെ. വലിയ വാക്ക, അടുത്ത വാഗ്ദാനം തീർന്നില്ല, അത്രയുമല്ല. പിന്നെ നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നുവെന്ന് ചിന്തിക്കുന്ന ഒരു നാഴിക വരുന്നു. കൊല്ലുന്നത് പോകട്ടെ, കൊന്നിട്ട് അവൻ വലിയൊരു കാര്യം ചെയ്തു എന്ന് ചിന്തിക്കുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. ഇതാരെന്ന വാഗ്ദാനം എന്നറിയാമോ? പിശാചൊന്നുമല്ല, നമ്മുടെ കർത്താവ് തന്ന വാഗ്ദത്തമാണ്. എന്താണ്? അങ്ങനെ ഒരു നാഴിക വരുന്നു. പള്ളി ഭ്രഷ്ടരാക്കുന്നു. മറ്റൊന്ന്, നിങ്ങളെ കൊല്ലുന്നുവെന്നല്ല, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് ഒരു വഴിപാട് കഴിക്കുകയാണെന്ന് ചിന്തിക്കുന്ന ഒരു നാഴിക വരും. പ്രിയ ദൈവമക്കളെ, നമ്മൾ കേൾക്കുന്ന വചനം അധികം ശ്രദ്ധയോടെ കരുതിക്കോ. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മത്തായി സുവിശേഷത്തിൽ, കാറ്റടിച്ചു, മഴ പെയ്തു, വെള്ളം പൊങ്ങി, മണലിന്മേൽ പണിത വീട് വീണു. നമ്മളെല്ലാവരും കടന്നു പോകേണ്ട വ്യത്യസ്തമായ തീച്ചൂളകളുണ്ട്. ആരെ എല്ലാവരും എന്ന് പറയുന്നത്? കർത്താവുമായി ഉടമ്പടി ചെയ്തിരിക്കുന്നവർ. എന്തുടമ്പടി? എന്താ ഉടമ്പടി? നിൻ്റെ വഴിയിലൂടെ ഞാൻ നടന്നുകൊള്ളാം, നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കണമേ എന്ന് ആഗ്രഹിച്ച് തന്നെ സമർപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ. ദൈവം അതിക്രമിച്ചും നമ്മുടെ ജീവിതത്തിൽ കയറത്തില്ല. കഷ്ടത വേണ്ടെന്ന് തീരുമാനിച്ചാൽ വേണ്ട, വേണമെങ്കിൽ മതി. സഫറിങ് ഒന്നും അങ്ങനെയൊന്നും ഇടിച്ചൊന്നും കയറിയൊന്നും വരത്തില്ല. കഷ്ടത അങ്ങനെയൊന്നും കയറത്തില്ല, വേണമെങ്കിൽ ഒഴിവാക്കാം. ഒരു നുണ പറഞ്ഞാൽ മതി, കഷ്ടത മാറും. ഒരു തീരുമാനം മാറ്റിയാൽ മതി. ഞാൻ ഈ അടുത്ത ഒരു മിസ്റ്ററിയിലൂടെ താമസിക്കുകയാണ്. അവർ കടന്നു പോകുന്ന കഷ്ടത അവരുടെ തിരഞ്ഞെടുപ്പ് കൊണ്ടാണ്. അവർക്ക് വേണമെങ്കിൽ മാറ്റാം. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച്. എന്തുകൂടെ സമർപ്പിച്ച്? അയ്യോ, എനിക്ക് ഈ അവസ്ഥ വന്ന് അന്ന് എന്നെ കൊല്ല്, നശിക്കുക, എന്താ ഞാൻ വേദനിച്ച് നരകിച്ച് ചത്തോളാം, അങ്ങനെയൊന്നുമല്ല കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? ലോകത്തിൽ ഏറ്റവും മനോഹരമായത് സൃഷ്ടിച്ച ഏറ്റവും ശ്രേഷ്ഠനായ ചിത്രകാരൻ്റെ കയ്യിലേക്ക് എൻ്റെ ജീവിതം കൊടുക്കുക. എനിക്കറിയാം, അദ്ദേഹം വരച്ചാൽ അത് തലമുറകൾ പാടുന്ന, തലമുറകൾ കാണുന്ന, തലമുറകൾ പുകഴ്ത്തുന്ന ഒരു മനോഹര ചിത്രമായി, ഒരു കാവ്യമായി തീരുമെന്നറിയാം. നമുക്ക് മുൻപ് എത്രയോ വ്യക്തികൾ തൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. അന്നത്തെ തലമുറ ചിന്തിച്ചു, ഇവൻ ശപിക്കപ്പെട്ടവൻ. പക്ഷെ ഇന്നും തലമുറകൾ ആ മനോഹരമായ ചിത്രം കണ്ടിട്ട് ഭംഗിയോടെ നോക്കുന്നു, അതിൻ്റെ ചിത്രകാരനെ പുകഴ്ത്തുന്നു. തൻ്റെ മക്കൾക്ക് പേരിടുന്നു പൗലോസ്, തൻ്റെ മക്കൾക്ക് പേരിടുന്നു പീറ്റർ, തൻ്റെ മക്കൾക്ക് പേരിടുന്നു തിമോത്തിയോസ്. അങ്ങനെ കൊടുക്കുകയാണ്. അവന് കഷ്ടത എന്ന് പറയുന്നത് ഒരു ശാപത്തിൻ്റെ ഭാഗമല്ല. കഷ്ടത എന്ന് പറയുന്നത് പിറുവിറുപ്പോടുകൂടി ഈ ശപിച്ചുകൊണ്ട് കയറുന്നൊരു കാര്യമൊന്നുമല്ല. ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് എനിക്കറിയാം. ഏറ്റവും മനോഹരമായത് സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് ദൈവമാണ്. ദൈവം രൂപാന്തരപ്പെടുത്തിയ, ദൈവം പണിത, ദൈവം അഗ്നിശോധനയിലൂടെ കടത്തിവിട്ട് ഏറ്റവും മഹത്തായതായി മാറ്റിയ കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന ശ്രേഷ്ഠതയെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അത്ര മനോഹരമാക്കി. അല്ലാതെ ദൈവം സ്നേഹമില്ലാത്തവനാണ്, ദുഷ്ടനാണ്, എനിക്ക് ഈ കഷ്ടത തരൂ എന്നുള്ള പ്രതീക്ഷയൊന്നും അവർക്കാർക്കുമില്ല, അവനില്ല.
ഇതിലൂടെ കടന്നുപോയേ പറ്റൂ. മരണം എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല. താമസിച്ച് വരാം, നേരത്തെ വരാം. ഏത് രോഗമാണ് നമ്മളെ തേടി വരുന്നതെന്ന് നമുക്കറിയത്തില്ല. കർത്താവിനെ കുറിച്ച് യെശയ്യാവ് പ്രവചിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ രോഗം ശീലിച്ചവനായിരുന്നു. ജോലി എപ്പോഴാണ് നഷ്ടപ്പെടുന്നത് നമുക്കറിയത്തില്ല. ഇപ്പോൾ നാം അനുഭവിക്കുന്ന ഫെസിലിറ്റി, ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഓൾട്ടക്കാർ ഓടാതിരിക്കുന്ന എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല. ഇതൊന്നും കർത്താവ് നമ്മളോട് വാഗ്ദത്തം ചെയ്തിട്ടില്ല. പിന്നെ കുറേ കള്ളപ്രവാചകന്മാർ നമ്മെ കൊതിപ്പിച്ച് അവരുടെ പിടിയിലാക്കാൻ വേണ്ടി ഇതൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണെന്ന് നമ്മളെ വഞ്ചിപ്പിച്ചു. കർത്താവ് പറഞ്ഞതാണ്, നിങ്ങൾ അഗ്നിശോധനയിലൂടെ കടക്കും, പക്ഷെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾ ഒരിക്കലും പറയാൻ ഇടവരത്തില്ല, അയ്യോ എന്നെ ചതിച്ചല്ലോ എന്നില്ല. കർത്താവ് നേരത്തെ പറഞ്ഞു. അവർ നിങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലും, അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. ലോകം തള്ളിക്കളയുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇത് ലോകം, ഇത് കർത്താവ്. ലോകം തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ എന്നെ എങ്ങോട്ടാണ് തള്ളുന്നേ? കർത്താവിലേക്ക്. കർത്താവിനെ അടുത്ത് കാണുന്ന ദിവസങ്ങളെന്ന് പറയുന്നത് തീച്ചൂളയിലാണ്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും പറയുന്ന ഇങ്ങനെയാണ്: അവർ തീയിലിട്ടപ്പോൾ മനുഷ്യപുത്രന് സദൃശ്യനായ ഒരുവൻ അവിടെ നിൽക്കുന്ന കണ്ടു. അതുവരെ അവർ കണ്ടില്ല. അങ്ങനെ ഇതവർ കണ്ടു, അവരുടെ തീയിൽ കണ്ടു, അവരനുഭവിച്ചു. കർത്താവ് നമ്മോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രിയ ദൈവമക്കളെ, നമ്മൾ കടന്നു പോകുന്നതൊന്നും അപൂർവമല്ല. നിങ്ങൾ കടന്നു പോകുന്ന ഏത് അനുഭവത്തിലൂടെയാണ് കർത്താവ് പോകാത്തത്? പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. എന്ത് മാതൃകയെക്കുറിച്ചാണ് പറയുന്നത്? മുകളിലത്തെ വാക്യം ഒന്ന് വായിച്ച്. അവിടെ എന്ത് മാതൃകയെന്നാണ് പറയുന്നത്? തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ച നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്? നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. അതാണ് മാതൃക. ലോകത്തിന് നന്മ ചെയ്യാൻ, ലോകത്തിന് ഭംഗി വരുത്താൻ, നഷ്ടപ്പെട്ടതിന് വീണ്ടെടുക്കാൻ വന്ന കർത്താവിന് നമ്മളെല്ലാം കൊടുത്തത് എന്താണ്? കുരിശ്. നമുക്ക് കടന്നു പോകാൻ കർത്താവ് ഒരു പാത, മാതൃക വെച്ചിരിക്കുകയാണ്. പക്ഷേ കർത്താവ് നമ്മോട് ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പകച്ചു പോകരുത്, വിശ്വസിക്കണം, വിശ്വസിക്കണം. എനിക്കറിയില്ല ഞാൻ ഏതെല്ലാം രോഗത്തെ ഫേസ് ചെയ്യണം, ഞാൻ ഏതെല്ലാം കഷ്ടതകളെ ഫേസ് ചെയ്യണം, ഞാൻ ഏതെല്ലാം എതിർപ്പുകളെ ഫേസ് ചെയ്യണം, ഏതെല്ലാം നിന്ദകളെ ഫേസ് ചെയ്യണം, എനിക്കറിയത്തില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇതെല്ലാം ഫേസ് ചെയ്യണം. ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. കർത്താവിലൂടെ കടന്നുപോയി. നിങ്ങൾ കടന്നു പോകുന്ന ഏതൊരു പ്രശ്നത്തിലൂടെയും കർത്താവ് മുൻപേ പോയി. ഞാൻ ഒരിക്കൽ പറഞ്ഞതാണല്ലോ, ഒരു സഹോദരി, വിശ്വാസിയ ഒരു സഹോദരി തളർന്നിങ്ങനെ കിടക്കുകയാണ്, കുറേ വർഷങ്ങളായിട്ട് തളർന്ന് കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ്, അവളുടെ സഹോദരിയാണ് ഇവളെ സഹായിക്കുന്നത്. അപ്പോൾ സഹോദരി കടയിൽ പോയ സമയത്ത് ഇവൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ എന്തോ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞ് പെട്ടെന്ന് കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴി. അപ്പോൾ അവൾ കർത്താവിനോട് പറഞ്ഞു, നോക്ക്, ഈ കണ്ണുനീരെനിക്കിപ്പോൾ തുടയ്ക്കണം, എനിക്ക് തുടയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവൾ പറഞ്ഞു, ഇത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ലല്ലോ. കർത്താവ് പറഞ്ഞില്ല മോളെ, എനിക്ക് മനസ്സിലാവും. ഞാൻ ആ ക്രൂശി കിടന്ന സമയത്ത് എൻ്റെ മുഖത്തുകൂടെ ഒഴുകിയ രക്തം, എൻ്റെ മുഖത്തുകൂടെ ഒഴുകിയ തുപ്പലം ഒന്ന് തുടയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആരും തുടച്ചില്ല. എനിക്ക് നീ പറയുന്നത്, നിങ്ങൾ കടന്നു പോകുന്ന ഏതൊരു കഷ്ടതയും കർത്താവിനൊരു അപൂർവ കാര്യമല്ല. നിങ്ങൾ കടന്നു പോകുന്ന വഴിക്ക് മുൻപേ കർത്താവ് തൻ്റെ ജീവിതത്തിൽ അതിലൂടെ കടന്നുപോയി. അതുകൊണ്ട് കർത്താവിന് നിങ്ങൾ വാ തുറക്കുമ്പോഴേ മനസ്സിലാവും. നമ്മുടെ ദുഃഖം കണ്ട് രസിക്കുന്ന, നമ്മുടെ കഷ്ടത കണ്ട് രസിക്കുന്ന ഏർപ്പാടൊന്നും കർത്താവിനില്ല. പിന്നെ എന്തിനാ കടത്തിവിടുന്നത്? നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടവരായിത്തീരാൻ, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായിത്തീരാൻ,
നാം അതിലൂടെ കടന്നു പോയത്. പക്ഷെ കടന്നു പോകുന്ന സമയത്ത് ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് ചിന്തിക്കാതിരിക്കണമെങ്കിൽ കർത്താവ് ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. അതെൻ്റെ മനസ്സിൽ ഓർപ്പിക്കണം. ഞാൻ ഏത് വഴിയിൽ കൂടെ പോകേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ഏത് വഴിയിൽ കൂടെ പോകണമെന്ന് കർത്താവിനറിയാം. കർത്താവ് നേരെ തീരുമാനിച്ചിട്ടുണ്ട്. ആ വഴിയിലൂടെ അല്ലാതെ ഞാനൊരു വഴിയിൽ കൂടെ പോകാൻ ഇടവരികയില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകൾ അനാവശ്യ പ്രാർത്ഥനകളാണ്. എന്താ കാര്യം? അവിശ്വാസത്തിൻ്റെ പ്രാർത്ഥനകൾ. വിശ്വാസം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കേണ്ടി. യേശു ക്രൂശിന് മുൻപ് 24 മണിക്കൂറാണ് പ്രാർത്ഥിച്ചത്? ഇല്ല. ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കാര്യം അവിടെ സെറ്റിൽ ചെയ്തു. പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമെന്ന് പ്രാർത്ഥിച്ചു. പിന്നെ മനസ്സിലായി ഇത് പിതാവിൻ്റെ ഹിതമാണ്. പിന്നെ കർത്താവ് പ്രാർത്ഥിച്ചു, എൻ്റെ ഹിതം വേണ്ട, നിൻ്റെ ഹിതം. തീർന്നല്ലോ. പ്രിയ ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകളോട് ചുരുക്കുക.